ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് PSC മുൻ എക്സാമുകളിൽ ചോദിച്ചിട്ടായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് നല്ല കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരി മാസത്തിൽ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതാണ്? 2024 ഫെബ്രുവരി മാസത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതാണ്? ഏത് ബീച്ചിനായിരുന്നു? കാപ്പാട് ബീച്ചിനാണ്. ഓപ്ഷൻ ബി, കാപ്പാട് ബീച്ചിനായിരുന്നു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരായിരുന്നു? 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാ? ആനി ജോർജ് ആണ് അല്ലേ? ആനി ജോർജ് ആണ്. നിലവിൽ ആരാ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാ? അരവിന്ദ് പനഗിരിയാണ് അല്ലേ? അരവിന്ദ് പനഗിരിയാണ് 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അതിൽ 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ് ആര്? ആനി ജോർജ്. ഇനി മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് ഏത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ്? കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് ഏത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ്? ഏതാ? കോന്നിയാണ് അല്ലേ? ഓപ്ഷൻ സി, കോന്നി ഇക്കോ ടൂറിസത്തിലാണ് ഏത് കേരളത്തിലെ തന്നെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത്. ഇനി നാലാമത്തെ ചോദ്യം, ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാം? ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാം? ഡിഗ്രി ലെവൽ എക്സാമിന് ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചായിരുന്നു. പുതിയ വന്ന മുഖ്യമന്ത്രി ആരെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ നമ്മൾ 3-4 മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ സീരീസിൽ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാ? ചമ്പൈ സോറനാണ് കേട്ടോ. ചമ്പൈ സോറനാണ്. ഓപ്ഷൻ സി, ചമ്പൈ സോറനാണ് ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആയത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഓഫ് റോഡ് റേസിംഗ് മത്സരമായ ഡക്കാൻ റാലിയിൽ ചാമ്പ്യനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാം? ഓഫ് റോഡ് റേസിംഗ് മത്സരമായ ഡാക്കർ റാലിയിൽ, ഡക്കാൻ അല്ല ഡാക്കർ റാലിയിൽ ചാമ്പ്യനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാ? ഡാക്കർ റാലിയിൽ ചാമ്പ്യനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ആര്? ഹാരിത്ത് നോവയാണ് കേട്ടോ. ഹാരിത്ത് നോവ. ഇനി ആറാമത്തെ ചോദ്യം, ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിൽ വാട്ടർ ബെൽ സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? ചൂട് കൂടി വന്ന സാഹചര്യത്തിൽ സ്കൂളുകളിൽ വാട്ടർ ബെല്ല് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാ? കേരളമായിരുന്നു അല്ലേ? കേരളമാണ്. ഇത് ഉദ്ഘാടനം ചെയ്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള K. ശിവൻകുട്ടി തന്നെയായിരുന്നു കേട്ടോ. ഇനി ഏഴാമത്തെ ചോദ്യം, തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തിയതാരാണ്? തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തിയത് ആരാ? നിർമ്മല സീതാരാമൻ അല്ലേ? ഓപ്ഷൻ സി, നിർമ്മല സീതാരാമനാണ്. ഇനി എട്ടാമത്തെ ചോദ്യം, പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യത്തെ MP ആരാണ്? പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യത്തെ MP ആരാ? സത്നാം സിംഗ് സന്ധു ആണ് കേട്ടോ. സത്നാം സിംഗ് സന്ധു ആണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യത്തെ MP ആരായിരുന്നു? സത്നാം സിംഗ് സന്ധു ആയിരുന്നു. ഇനി 2023 AFC ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാ? ഖത്തറാണ് അല്ലേ? ഖത്തറാണ്. ഓപ്ഷൻ എ, ഖത്തറാണ്. 2023 AFC ചാമ്പ്യൻഷിപ്പ് ആരാ നേടിയത്? ഖത്തറാണ്. ഇനി 10ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ 2024 ഭാരതരത്നം നേടിയവർ ആരൊക്കെയാണ്? ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നതിൽ 2024 ഭാരതരത്നം നേടിയവർ ആരൊക്കെയാണ്? കർപ്പൂരി ഠാക്കൂർ ഉണ്ട്, LK അദ്വാനി ഉണ്ട്, PV നരസിംഹറാവു ഉണ്ട്, VP സിംഗ് ഉണ്ട്, ചൗധരി ചരൺ സിംഗ് ഉണ്ട്, MS സ്വാമിനാഥൻ ഉണ്ട്. ഇതിൽ ആർക്കൊക്കെയാണ് 2024 ഭാരതരത്നം ലഭിച്ചത്? ആർക്കൊക്കെയാണ് ലഭിച്ചത്? കർപ്പൂരി ഠാക്കൂർ ലഭിച്ചിട്ടുണ്ട്, LK അദ്വാനിക്ക് ലഭിച്ചിട്ടുണ്ട്, PV നരസിംഹറാവുവിന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ചൗധരി ചരൺ സിംഗ്, അതുപോലെ MS സ്വാമിനാഥൻ. അങ്ങനെ 5 പേർക്കാണ് 2024 ഭാരതരത്നം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി,
PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. അപ്പോൾ ഇതിൽ കിട്ടാത്തത് ആരാ ഉള്ളത്? VP സിംഗിന് വെച്ച് ബാക്കി എല്ലാവർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? ഇതിൽ ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം: കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. 2024 ഭാരതരത്നം ലഭിച്ചവർ എത്രയാ? 5 പേർക്കാണ്. ഇനി 11ാമത്തെ ചോദ്യം: പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ബജറ്റിനൊപ്പം നയപ്രഖ്യാപനം അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ബജറ്റിനൊപ്പം നയപ്രഖ്യാപനം അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ്. ഓപ്ഷൻ സി, കേരളമാണ്. പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ബജറ്റിനൊപ്പം നയപ്രഖ്യാപനം അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ഇത്, നമ്മുടെ കേരളം. ഇനി 12ാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? ഏതാ? മാനാഞ്ചിറ സ്ക്വയർ ആണ് കേട്ടോ. മാനാഞ്ചിറ സ്ക്വയർ ആണ് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്കാണ് ഏത്? മാനാഞ്ചിറ സ്ക്വയർ. ഇനി 13: കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാ? കരിക്കകമാണ്. ഓപ്ഷൻ ഡി, കരിക്കകമാണ്. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാ? കരിക്കകത്താണ്. ഇനി 14: ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ആരാ? ഒലെഗ് കൊനെൻകോയാണ്. ഓപ്ഷൻ എ, ഒലെഗ് കൊനെൻകോയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ആരാ? ഒലെഗ് കൊനെൻകോയാണ്. ഈ 15ാമത്തെ ചോദ്യം: 2024 അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ജേതാക്കളായത് ആരാണ്? 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ ജേതാക്കളായത് ആരാ? ഓസ്ട്രേലിയ. ഓപ്ഷൻ സി, ഓസ്ട്രേലിയ ആണ്. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ ജേതാക്കൾ ആരാ? ഓസ്ട്രേലിയ ആണ്. 16: അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഏതാ? കെയർ ആണ്. ഓപ്ഷൻ എ, കെയർ ആണ്. അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത്, കെയർ. 17ാമത്തെ ചോദ്യം: അടുത്തിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 വർഷത്തെ സൈനിക സേവനം നിർബന്ധമാക്കിയ രാജ്യം ഏതാണ്? നമ്മുടെ അയൽരാജ്യമാണ്. അതായത് അടുത്തിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ത് ചെയ്തു? 2 വർഷത്തെ സൈനിക സേവനം നിർബന്ധമാക്കിയ രാജ്യം ഏതാണ്? ഏതാ? മ്യാൻമർ ആണ് കേട്ടോ. മ്യാൻമർ ആണ്. ഓപ്ഷൻ എ, മ്യാൻമർ ആണ്. അടുത്തിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 വർഷത്തെ സൈനിക സേവനം നിർബന്ധമാക്കിയ നമ്മുടെ അയൽരാജ്യമാണ് ഇത്, മ്യാൻമർ. 18: കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നയത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നയത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാ? തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട്. ഓപ്ഷൻ എ, തമിഴ്നാട്. 19: 2022-23 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് ആരാണ്? 2022-23 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് ആരാ? തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. ഓപ്ഷൻ എ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. 2022-23 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഏത് ജില്ലാ പഞ്ചായത്താണ്? തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. ഇനി 20ാമത്തെ ചോദ്യം: പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനാകുന്നത് ആരാണ്? പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ആരാ പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ്? ആസിഫ് അലി സർദാരി ആണ്. ഓപ്ഷൻ സി ആണ്, ആസിഫ് അലി സർദാരി. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആരാ? പ്രധാനമന്ത്രി ആരാ? പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നിലവിൽ ഷഹബാസ് ഷെരീഫാണ്. പ്രസിഡന്റാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആസിഫ് അലി സർദാരിയാണ്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയാണ്. ഇനി 21ാമത്തെ ചോദ്യം: പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ചെറുക്കുന്നതിനും അവരെ കായികമായും മാനസികമായും തയ്യാറാക്കുന്നതിനുമായിട്ട് വനിതാ ശിശു വികസന വകുപ്പിന്റെ നിർഭയ സെല്ല് നടപ്പാക്കുന്ന പരിശീലന പദ്ധതി ഏതാണ്?
പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ചെറുക്കുന്നതിനും അവരെ കായികമായിട്ടും മാനസികമായിട്ടും തയ്യാറാക്കുന്നതിനുമായിട്ട് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നിർഭയ സെല്ല് നടപ്പാക്കുന്ന പരിശീലന പദ്ധതി ഏതായിരുന്നു? ധീരയാണ്. ഓപ്ഷൻ എ ധീര എന്നുള്ള പദ്ധതിയാണ്. പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാനും ചെറുക്കാനും വേണ്ടിയിട്ട് മാനസികമായിട്ടും കായികമായും അവരെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നിർഭയ സെല്ല് നടപ്പാക്കുന്ന പദ്ധതിയാണ് ധീര എന്ന് പറയുന്നത്. ഇനി 22 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ആഭ്യന്തരമായിട്ട് വികസിപ്പിച്ച ChatGPT മാതൃകയുള്ള സംവിധാനം ഏതാണ്? AI ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ആഭ്യന്തരമായിട്ട് വികസിപ്പിച്ച ChatGPT മാതൃകയുള്ള സംവിധാനം ഏതാണ്? ഹനുമാനാണ്. ഓപ്ഷൻ ബി ഹനുമാനാണ്. 23 ചന്ദ്രനിലിറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ്? ചന്ദ്രനിലിറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ഒഡീഷ്യസ് ആണ്. ഓപ്ഷൻ ബി ഒഡീഷ്യസ്. ചന്ദ്രനിലിറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകമാണേത്? ഒഡീഷ്യസ്. ഇനി 24 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഇന്ത്യൻ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യം എസ്റ്റോണിയ. ഓപ്ഷൻ സി എസ്റ്റോണിയ ആണ്. നമ്മുടെ ഇന്ത്യൻ ടീം ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ടീമിനെ പരാജയപ്പെടുത്തി. ആ ടീമാണ് എസ്റ്റോണിയ. 25 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കപാത ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കപാത ഏതാണ്? T50 ആണ് കേട്ടോ. T50 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കപാതയാണ് T50. ഇനി 26 കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? എവിടെയാണ് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുള്ളത്? കാസർഗോഡ് ജില്ലയിലെ പെരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കേന്ദ്ര സർവകലാശാലയുള്ളത്. സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാന്ന് വെച്ചാൽ ഡോക്ടർ BR അംബേദ്കറുടെ പേരിലായിരിക്കും ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത്. ഇനി 27ാമത്തെ ചോദ്യം, വധാവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? വധാവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനത്താണ് വധാവൻ തുറമുഖം നിലവിൽ വരുന്നത്? മഹാരാഷ്ട്രയിലാണ്. ഓപ്ഷൻ എ മഹാരാഷ്ട്രയിലാണ് വധാവൻ തുറമുഖം നിലവിൽ വരുന്നത്. ഇനി 28ാമത്തെ ചോദ്യം, 2024 ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം അവാർഡിൽ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2024 ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം അവാർഡ്സിൽ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KJ യേശുദാസ് ആണ്. KJ യേശുദാസ്. 2024 ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം അവാർഡ്സിൽ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരത്തിന് അർഹനായതാര KJ യേശുദാസ് ആണ്. 29 കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ച മണ്ഡലം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ച മണ്ഡലം തളിപ്പറമ്പാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ്. 30 ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് ഗുജറാത്തിലാണ്. 31 വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് S ജയശങ്കർ ആണ്. നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന S ജയശങ്കറിൻ്റെ പുസ്തകമാണ് വൈ ഭാരത് മാറ്റേഴ്സ്. 32 ചുവടെ കൊടുത്തവയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പുതുതായിട്ട് അംഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പുതുതായിട്ട് വന്ന രാജ്യങ്ങൾ ഈജിപ്ത് ഉണ്ട്, എത്യോപ്യ ഉണ്ട്, അതുപോലെ സൗദി ഉണ്ട്, UAE ഉണ്ട്, ഇറാൻ ഉണ്ട്. ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ബ്രിക്സിൽ പുതുതായിട്ട് വന്നത്? ഏതൊക്കെയാ പുതുതായിട്ട് വന്നത്? ഈജിപ്ത് ഉണ്ട്, എത്യോപ്യ ഉണ്ട്, സൗദി ഉണ്ട്, UAE ഉണ്ട്, ഇറാൻ ഉണ്ട് കേട്ടോ. ഈ 5 രാജ്യങ്ങളും പുതുതായിട്ട് വന്നതാണ് കേട്ടോ. ബ്രിക്സിൽ പുതുതായിട്ട് വന്ന രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, സൗദി അറേബ്യ, UAE, ഇറാൻ.
ഇനി 33ാമത്തെ ചോദ്യം, KSRTC ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്തുന്നതിനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായിട്ട് പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? KSRTC ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായിട്ട് പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഏതാ? ചലോ ആപ്പാണ്. ഓപ്ഷൻ എ ചലോ ആപ്പ്. എന്തിനു വേണ്ടിയിട്ടുള്ള? KSRTC ബസ്സുകൾ എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റലായിട്ട് പണം നൽകിക്കൊണ്ട് എന്ത് ചെയ്യുക, പിന്നെ ടിക്കറ്റ് എടുക്കാനും വേണ്ടിയിട്ട് സംവിധാനം ഏർപ്പെടുത്തിയ ഒരു ആപ്പാണ് ഇത് ചലോ ആപ്പ് എന്ന് പറയുന്നത്. ഇനി 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, ആനി ജോർജിനെ പറഞ്ഞപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു. ആരാ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ? അരവിന്ദ് പനഗിരിയാണ് അല്ലേ, അരവിന്ദ് പനഗിരിയാണ്. ഇനി 35ാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാ? K-സ്മാർട്ട് ആണ് അല്ലെ, K-സ്മാർട്ട്. ഓപ്ഷൻ ഡി ആണ് K-സ്മാർട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഏത്? K-സ്മാർട്ട്. ഇനി 36, DRDOയുടെ യൂണിറ്റായ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അടുത്തിടെ പുറത്തിറക്കിയ ആക്രമണ റൈഫിൾ ഏതാണ്? DRDOയുടെ യൂണിറ്റായ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അടുത്തിടെ പുറത്തിറക്കിയ ആക്രമണ റൈഫിൾ ഏതാണ്? ഏതാ? ഉഗ്രമാണ്. ഓപ്ഷൻ സി ഉഗ്രമാണ്. DRDOയുടെ യൂണിറ്റായ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അടുത്തിടെ പുറത്തിറക്കിയ ആക്രമണ റൈഫിളാണ് ഉഗ്രം. 37, ഫ്രാൻസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് ആരാണ്? ഫ്രാൻസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് ആരാണ്? ഗബ്രിയേൽ അത്താലാണ് കേട്ടോ, ഗബ്രിയേൽ അത്താലാണ്. ഫ്രാൻസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? ഗബ്രിയേൽ അത്താല്. അപ്പോൾ ഫ്രാൻസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ആര്? ഗബ്രിയേൽ അത്താല്. അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാ? പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അല്ലേ. പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താലും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമാണ്. ഇനി 38ാമത്തെ ചോദ്യം, 2024 ജനുവരി മാസത്തിൽ നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല ഏതാണ്? 2024 ജനുവരി മാസത്തിൽ നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല ഏതാണ്? ഏത് ജില്ല? കണ്ണൂർ ജില്ലയാണ് അല്ലേ, കണ്ണൂർ ജില്ലയാണ്. എവിടെ വെച്ചായിരുന്നു നടന്നത്? കൊല്ലം ജില്ലയിൽ വെച്ചായിരുന്നു നടന്നത്. ചാമ്പ്യന്മാരായത് കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ 2024 62ാമത് ഓർത്തുക, 62ാമത് കലോത്സവത്തിലാണ് ആര് ജേതാക്കളായത്? കണ്ണൂർ ജേതാക്കളായത്. 61ാമത് നടന്നത് എവിടെയായിരുന്നു? 61ാമത് നടന്നതും ജേതാക്കളായതും ആര് തന്നെയാണ്? കോഴിക്കോട് ജില്ലയായിരുന്നു കേട്ടോ. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2023 നടന്നത് കോഴിക്കോട് ജില്ലയിലായിരുന്നു നടന്നത്. കോഴിക്കോട് ജില്ല തന്നെയാണ് ചാമ്പ്യന്മാരായത്. 62 നടന്നത് കൊല്ലം ജില്ലയിലാണ്, ചാമ്പ്യന്മാരായത് കണ്ണൂർ ജില്ലയാണ്. ഇനി 39ാമത്തെ ചോദ്യം, 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാ? 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാ? ആരായിരുന്നു? PK വീരമണിദാസനാണ്. PK വീരമണിദാസനാണ് 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാ? PK വീരമണിദാസനാണ്. 40ാമത്തെ ചോദ്യം, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാ? ഷെയ്ഖ് ഹസീനയാണ് അല്ലെ, ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഷെയ്ഖ് ഹസീന. ഹസീനയുടെ പാർട്ടി ഓർത്ത് വെക്കുക, അവാമി ലീഗ് ആണ് കേട്ടോ, അവാമി ലീഗ്. അവാമി ലീഗാണ് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി എന്ന് പറയുന്നത്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഷെയ്ഖ് ഹസീന. ഹസീനയുടെ പാർട്ടിയാണ് അവാമി ലീഗ്. ഇനി 41ാമത്തെ ചോദ്യം, ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ്? PSC ലാസ്റ്റ് നടന്ന ഡിഗ്രി ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാ? അനാവരണം ചെയ്തത് വിജയവാഡ അല്ലെങ്കിൽ
വിജയവാഡ എവിടെയാ? ആന്ധ്രാപ്രദേശിൽ അല്ലെ, ആന്ധ്രാപ്രദേശിലാണ് വിജയവാഡ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ അനാവരണം ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. 81 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2024 മികച്ച സിനിമകളുടെ പുരസ്കാരം ഡ്രാമ വിഭാഗം നേടിയത് ആരായിരുന്നു? ഏത് സിനിമക്കായിരുന്നു? 81 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2024 മികച്ച സിനിമക്കുള്ള പുരസ്കാരം ഡ്രാമ വിഭാഗം നേടിയത് ഓപ്പൺ ഹെയ്മർ ആയിരുന്നു അല്ലേ? ഓപ്പൺ ഹെയ്മറിനാണ് 81 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2024 മികച്ച സിനിമക്കുള്ള അവാർഡ് ലഭിച്ചത്. ഇനി 43 ചോദ്യം, 2021 സ്വാതി സംഗീത പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞൻ ആരാണ്? 2021 സ്വാതി സംഗീത പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞൻ ആരാണ്? PR കുമാര കേരളവർമ്മയാണ് കേട്ടോ. PR കുമാര കേരളവർമ്മ 2021 സ്വാതി സംഗീത പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞനാണ് ആര്? PR കുമാര കേരളവർമ്മ. 44 K-സ്മാർട്ടിൻ്റെ പൂർണ്ണരൂപം എന്താണ്? K-സ്മാർട്ട് പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ്? എന്തായിരുന്നു K-സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കാനുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നു ഇത് K-സ്മാർട്ട് അല്ലേ? അപ്പോൾ K-സ്മാർട്ടിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണല്ലേ, കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. 45 ചോദ്യം 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചിട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതായിരുന്നു? മൊബൈൽ ആപ്ലിക്കേഷൻ ഉത്സവമാണ്. ഓപ്ഷൻ എ ഉത്സവമാണ്. 46 മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ സംസ്ഥാനം ഏതാ? കേരളമാണ് കേട്ടോ. ഓപ്ഷൻ ബി കേരളമാണ്. 47 2024 ജനുവരി 1 ISRO വിജയകരമായിട്ട് വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം ഏതാണ്? 2024 ജനുവരി 1 ISRO വിജയകരമായിട്ട് വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം ഏതാണ്? ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതാ? എക്സ്പോസാറ്റ് ആണ് കേട്ടോ. എക്സ്പോസാറ്റ് ആണ്. 2024 ജനുവരി 1 ISRO വിജയകരമായിട്ട് വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണിത്, എക്സ്പോസാറ്റ്. 48 ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ ആരംഭിച്ച പരിശോധന ഏതാണ്? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ ആരംഭിച്ച പരിശോധന ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്പറേഷൻ സ്വാസ്തി, ഓപ്പറേഷൻ ഡ്രോ ലൈൻ, ഓപ്പറേഷൻ റീച്ച് ഔട്ട്, ഓപ്പറേഷൻ അമൃത്. 4ാമത്തെ ഓപ്ഷൻ കുറച്ച് താഴെയാണ്. ഏതായിരുന്നു? ഓപ്പറേഷൻ അമൃതായിരുന്നു കേട്ടോ. ഓപ്പറേഷൻ അമൃതാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഓപ്പറേഷൻ അമൃത്? അതായത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ ആരംഭിച്ച പരിശോധനയായിരുന്നു ഏത്? ഓപ്പറേഷൻ അമൃത്. 49ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ജപ്പാൻ? ചന്ദ്രനിൽ ലോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമായിരുന്നു ജപ്പാൻ? എത്രാമത്തെ രാജ്യമായിരുന്നു? 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. 5ാമത്തെ രാജ്യമാണ് ഇത് ജപ്പാൻ. ഇനി 50ാമത്തെ ചോദ്യം, 35 വർഷത്തിനിടെ ടെന്നീസ് ഗ്രാൻഡ് സ്ലാമിൽ ഒരു സീഡഡ് താരത്തെ പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? 35 വർഷത്തിനിടെ ടെന്നീസ് ഗ്രാൻഡ് സ്ലാമിൽ ഒരു സീഡ് താരത്തെ പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാ? സുമിത് നാഗലാണ് കേട്ടോ. സുമിത് നാഗലാണ്. എത്ര വർഷത്തിനിടെ? 35 വർഷത്തിനിടെ ടെന്നീസ് ഗ്രാൻഡ് സ്ലാമിൽ ഒരു സീഡ് താരത്തെ പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ആര്? സുമിത് നാഗല്. അപ്പോൾ സുമിത് നാഗല് ഏത് ഐറ്റവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാൻ സാധ്യത. ഏതാ സുമിത് നാഗൽ? ഏതാ? നമ്മുടെ ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്. 51 കേരളം സ്വന്തമായിട്ട് വികസിപ്പിച്ച AI പ്രോസസ്സർ ഏതാണ്? കേരളം സ്വന്തമായിട്ട് വികസിപ്പിച്ച AI പ്രോസസ്സർ ഏതാണ്?
ഏതാ? കൈരളിയാണ്. ഓപ്ഷൻ ബി കൈരളി. കേരളം സ്വന്തമായിട്ട് വികസിപ്പിച്ച AI പ്രോസസ്സറാണ് കൈരളി. 52 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായതാരാണ്? 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? ആരാ? PN ഗോപി കൃഷ്ണനാട്ടോ. PN ഗോപി കൃഷ്ണൻ അല്ലേ. കൃഷ്ണനാണ് ഓടക്കുഴൽ വായിക്കുന്നത്, അങ്ങനെ ഓർത്ത് വെച്ചൂടെ നമുക്ക്. അപ്പോൾ 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായതാരാ? PN ഗോപി കൃഷ്ണനാണ്. 53 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദി എവിടെയാ? തമിഴ്നാടാണ് അല്ലേ. ഓപ്ഷൻ സി തമിഴ്നാട്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദി എവിടെയാ? തമിഴ്നാടാണ്. 54 ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 2 കേട്ടോ. 2. ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 2. ഇനി 55 വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ അവാർഡിന് അർഹനായ വ്യക്തി ആരാ? E സന്തോഷ് കുമാർ ആണ്. ഓപ്ഷൻ ബി E സന്തോഷ് കുമാർ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ അവാർഡിന് അർഹനായ വ്യക്തി ആരാ? E സന്തോഷ് കുമാർ ആണ്. 56 ദൃഷ്ടി 10 സ്റ്റാർലൈനർ ഇതിന്റെ പ്രാധാന്യം എന്താണ്? ദൃഷ്ടി 10 സ്റ്റാർലൈനർ എന്താണ് ഈ ദൃഷ്ടി 10 സ്റ്റാർലൈനർ എന്ന് പറയുന്നത്? എന്താ? ഇന്ത്യയുടെ ആളില്ലാ യുദ്ധവിമാനമാണ്. ഇന്ത്യയുടെ ആളില്ലാ യുദ്ധവിമാനമാണ് ഇത് ദൃഷ്ടി 10 സ്റ്റാർലൈനർ എന്ന് പറയുന്നത്. ഇനി 57 കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വിമാനം ഏതാണ്? കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വിമാനം ഏതാണ്? ഏതാ? C-130J സൂപ്പർ ഹെർക്കുലീസ് ആണ് കേട്ടോ. C-130J സൂപ്പർ ഹെർക്കുലീസ് ആണ്. ഇനി 58ാമത്തെ ചോദ്യം 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 2024 അതായത് ഏറ്റവും ലേറ്റസ്റ്റ് പ്രകാരം ഹെൻലിയുടെ സൈറ്റ് പ്രകാരവും അതുപോലെ ഫെബ്രുവരി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 85 ആണ് കേട്ടോ. 85 ഫെബ്രുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി 59ാമത്തെ ചോദ്യം ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാ? പ്രഭാവർമ്മയാണ് കേട്ടോ. പ്രഭാവർമ്മ. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാ? പ്രഭാവർമ്മയാണ്. ഇനി 60 71ാമത് ലോക സൗന്ദര്യ മത്സരത്തിന് വേദിയാകുന്നത് എവിടെയാണ്? ഇത് PYQ ഇതും ചോദിച്ചു കഴിഞ്ഞു കേട്ടോ. PSC ചോദിച്ചു. 71ാമത് ലോക സൗന്ദര്യ മത്സരത്തിന് വേദിയാകുന്നത് എവിടെയാ? നമ്മുടെ ഇന്ത്യയിലായിരുന്നു അല്ലേ. മുംബൈയിൽ വെച്ചായിരുന്നു നടന്നത് അല്ലേ. മുംബൈയിൽ വെച്ചായിരുന്നു നടന്നത്. ഇത് കഴിഞ്ഞു കേട്ടോ. 71ാമത് ലോക സൗന്ദര്യ മത്സരത്തിന് വേദിയായത് എവിടെയാ? ഇന്ത്യയാണ്. ഇന്ത്യയിലെ മുംബൈയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇനി 61 സൗദി അറേബ്യയുടെ ടെന്നീസ് അംബാസഡറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? സൗദി അറേബ്യയുടെ ടെന്നീസ് അംബാസഡറായിട്ട് നിയമിതനായ വ്യക്തി ആരാ? റാഫേൽ നദാലാണ് കേട്ടോ. റാഫേൽ നദാലാണ് സൗദി അറേബ്യയുടെ ടെന്നീസ് അംബാസിഡറായിട്ട് നിയമിതനായ വ്യക്തി റാഫേൽ നദാലാണ്. 62ാമത്തെ ചോദ്യം ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതം പ്രമേയമാക്കിയിട്ട് നിർമ്മിച്ച സിനിമ ഏതാണ്? ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് നിർമ്മിച്ച സിനിമ ഏതാണ്? ദി അപ്രന്റീസ് ആണ് കേട്ടോ. ദി അപ്രന്റീസ്. ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് നിർമ്മിച്ച സിനിമയാണ് ദി അപ്രന്റീസ്. 63 തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനാകുന്ന വ്യക്തി ആരാണ്? തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനാകുന്ന വ്യക്തി ആരാ? രേവന്ത് റെഡ്ഡിയാണ്. രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി. രേവന്ത് റെഡ്ഡിയാണ്. 64 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? PSC ചോദിച്ചു. അതും ഈ വർഷം ചോദിച്ച എക്സാമുകളിൽ വന്നതാണ് ഇതൊക്കെ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ നഗരം
ഏതാ ഏറ്റവും സുരക്ഷിതമായ നഗരം? കൊൽക്കത്തയാട്ടോ, കൊൽക്കത്തയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരമാണേത്? കൊൽക്കത്ത. 65 ലൂക്ക് ജെറമിന്റെ ലോകപ്രശസ്ത സൃഷ്ടിയായിട്ടുള്ള മ്യൂസിയം ഓഫ് ദ മൂൺ കേരളത്തിൽ എവിടെയാണ് പ്രദർശിപ്പിച്ചത്? ലൂക്ക് ജെറമിന്റെ ലോകപ്രശസ്ത സൃഷ്ടിയായിട്ടുള്ള മ്യൂസിയം ഓഫ് ദി മൂൺ കേരളത്തിൽ എവിടെയാണ് പ്രദർശിപ്പിച്ചത്? എവിടെയാ? കനകക്കുന്നാണ് കേട്ടോ, കനകക്കുന്ന്, തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്ന്. 66 2023 ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ്? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്ലബ്ബ് വോളിബോൾ ലോകകപ്പിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ 2023 ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയായിരുന്നു? ബംഗളൂരു ആണ് കേട്ടോ, ബംഗളൂരുവിലാണ്. ഓപ്ഷൻ ഡി ബംഗളൂരുവിലാണ്. 67 ടൈം മാഗസിൻ്റെ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ടൈം മാഗസിൻ്റെ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ലയണൽ മെസ്സി ആണ് കേട്ടോ, ലയണൽ മെസ്സി ആണ്. ടൈം മാഗസിൻ്റെ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ലയണൽ മെസ്സി ആണ്. 68 2023 ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? 2023 ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ടൈലർ സ്വിഫ്റ്റ് ആണ് കേട്ടോ. അമേരിക്കൻ ഗായികയായിട്ടുള്ള ടൈലർ സ്വിഫ്റ്റ് ആണ് 2023 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് പിന്നെ അത്ലറ്റ് ഓഫ് ദി ഇയർ ആയിട്ടാണെങ്കിൽ ലയണൽ മെസ്സി ആണ്, പേഴ്സൺ ഓഫ് ദി ഇയർ ആണെങ്കിൽ ആരാ? ടൈലർ സ്വിഫ്റ്റ് ആണ്. ഇനി 69 താലിബാൻ നിയമിത പ്രതിനിധിക്ക് നയതന്ത്ര പദവി നൽകുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? താലിബാൻ നിയമിത പ്രതിനിധിക്ക് നയതന്ത്ര പദവി നൽകുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? ഏതാ? ചൈനയാണ്. ഓപ്ഷൻ എ ചൈനയാണ്. താലിബാൻ നിയമിത പ്രതിനിധിക്ക് നയതന്ത്ര പദവി നൽകുന്ന ആദ്യത്തെ രാജ്യമാണ് ഏത്? ചൈന. 70 സിയാച്ചിനിൽ നിയമിതനായ ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? സിയാച്ചിനിൽ നിയമിതനായ ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാ? ക്യാപ്റ്റൻ ഗീതിക കൗളാണ് കേട്ടോ, ക്യാപ്റ്റൻ ഗീതിക കൗള്. അപ്പോൾ ഇവിടെ ഒരു നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യതയുള്ള വ്യക്തിയാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം അല്ലേ. ആരൊക്കെയാണ്? 3 പേര് നമ്മൾ ഈ സിയാച്ചിനുമായി ബന്ധപ്പെട്ടിട്ട് വനിതയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഒന്നാമത്തത് സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ആരാന്ന് ചോദിച്ചാൽ അത് ശിവ ചൗഹാൻ ആട്ടോ, ശിവ ചൗഹാൻ. ശിവ ചൗഹാൻ എന്താ? സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസറാണ് ആര്? ശിവ ചൗഹാൻ. ഇനി രണ്ടാമത്തത് സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം. ക്യാപ്റ്റൻ ഫാത്തിമ വസീം എന്താ? സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ. സൈനിക മുന്നണിയിൽ നിന്ന് എടുത്തു ചോദിച്ചാൽ ആരാ? ക്യാപ്റ്റൻ ഫാത്തിമ വസീം. ഇനി ക്യാപ്റ്റൻ ഗീതിക കൗൾ എന്താ? സിയാച്ചിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസറാണ് ആര്? ക്യാപ്റ്റൻ ഗീതിക കൗൾ. ഇത് മൂന്നുള്ള ഡിഫറൻറ്റ് ഓർത്ത് വെക്കുക. ശിവ ചൗഹാൻ എന്താ? സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ആർമി ഓഫീസറാണ് ആര്? ശിവ ചൗഹാൻ. ഇനി ക്യാപ്റ്റൻ ഗീതിക കൗൾ എന്താ? സിയാച്ചിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ. സിയാച്ചിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ആര്? ക്യാപ്റ്റൻ ഗീതിക കൗള്. ഇനി ഫാത്തിമ വസീം എന്താ? സിയാച്ചിൽ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ആര്? ഫാത്തിമ വസീം. ഇനി 71ാമത്തെ ചോദ്യം, BBC പുതിയ ചെയർമാനായിട്ട് നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനാരാണ്? BBC പുതിയ ചെയർമാനായിട്ട് നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനാരാണ്? ആരാ? ഡോക്ടർ സമീർ ഷായാണ് കേട്ടോ, ഡോക്ടർ സമീർ ഷായാണ്. BBC പുതിയ ചെയർമാനായിട്ട് നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനാണ് ആര്? ഡോക്ടർ സമീർ ഷാ. ഇനി 72 കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏതാണ്? കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏതാണ്? ഏതാ? കനിവാണ് കേട്ടോ. ഏതാ? കനിവാണ്. ഓപ്ഷൻ സി കനിവ്. കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് കനിവ്. ഇനി 73ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ നൃത്തരൂപം ഏതാണ്?
യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ നൃത്തരൂപം ഏതാ? ഗർഭയാണ് അല്ലെ. ഗർഭ എവിടെയാ? ഗുജറാത്തിലാണ്. അപ്പോൾ ഗർഭക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി 74ാമത്തെ ചോദ്യം, മിസോറാമിന്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയതാരാണ്? നിലവിൽ മിസോറാമിന്റെ മുഖ്യമന്ത്രി ആരാണ്? ആരാ? ലാൽ ദുഹോമയാണ് കേട്ടോ. ലാൽ ദുഹോമ. മിസോറാമിന്റെ മുഖ്യമന്ത്രി ആരാ? ലാൽ ദുഹോമയാണ്. 75 കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പുതിയ VC ആരാണ്? കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പുതിയ വൈസ് ചാൻസലർ ആരാ? ബിജോയ് നന്ദനാണ് കേട്ടോ. ബിജോയ് നന്ദൻ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ VC ആരാ? ബിജോയ് നന്ദനാണ്. 76ാമത്തെ ചോദ്യം, സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം. നിങ്ങൾ ഈ പെർസെൻറ്റേജ് നോക്കണ്ട കേട്ടോ, ഇത് തെറ്റാണ്. ഏതാ? കേരളമാണ് 94.6. ബാക്കിയൊക്കെ തെറ്റാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? കേരളത്തിലാണ് കേട്ടോ. സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ്. 94.6% ആണ്. ഇനി 77ാമത്തെ ചോദ്യം, ഈ 2023 ഡിസംബർ മാസത്തിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യം ഏതാണ്? 2023 ഡിസംബർ മാസത്തിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യം ഏതാ? ഇറ്റലിയാണ് കേട്ടോ. ഇറ്റലിയാണ്. ഓപ്ഷൻ എ ഇറ്റലി. 78 ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനാകുന്നത് ആരാണ്? ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ മാസം നടന്ന എക്സാം ചോദിച്ചു. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ആരാ? വിഷ്ണു ദിയോ സായി ആണ് കേട്ടോ. വിഷ്ണു ദിയോ സായി. ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ആരാ? വിഷ്ണു ദിയോ സായി ആണ്. 79 ബംഗളൂരുവിൽ വെച്ച് നടന്ന 2023 ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ടീം ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ എന്ത് നടക്കുന്നത്? ഒരു ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. എവിടെ വെച്ചായിരുന്നു നടന്നത്? ബംഗളൂരുവിൽ വെച്ചാണ് നടന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ ചാമ്പ്യനായ ക്ലബ്ബ് ഏതാണ്? ചാമ്പ്യനായ ക്ലബ്ബ് ഏതാ? സർ സിക്കോമ പെറൂജിയാണ് കേട്ടോ. സർ സിക്കോമ പെറൂജിയ. ബംഗളൂരുവിൽ വെച്ച് നടന്ന 2023 ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ടീമാണിത്, സർ സിക്കോമ പെറൂജിയ. 80ാമത്തെ ചോദ്യം, 2023 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2023 ഡിസംബർ 10 പ്രമേയം എന്താ? എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്നുള്ളത് കേട്ടോ. എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി. 2023 ഡിസംബർ 10 പ്രമേയമാണെന്ത്? എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി. 81ാമത്തെ ചോദ്യം, രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏതാണ്? രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏതാ? കോഴിക്കോടാണ്. ഓപ്ഷൻ ബി കോഴിക്കോട്. നമ്മൾ പറഞ്ഞു ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതായിരുന്നു? കൽക്കത്തയായിരുന്നു. അതിൽ ആദ്യത്തെ 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണേത്? കോഴിക്കോട്. 82 യുനിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വിദ്യാർത്ഥിനി ആരാണ്? യുനിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വിദ്യാർത്ഥിനി ആരാണ്? ആരാ? എസ് ഉമയാണ് കേട്ടോ. എസ് ഉമയാണ് യുനിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വിദ്യാർത്ഥിനിയാണ് ആര്? എസ് ഉമ. 83 മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാ? മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാ? മധ്യപ്രദേശിന്റെ മോഹൻ യാദവ് ആണ് കേട്ടോ. മദ്യം കുടിക്കാൻ മോഹം എന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. മോഹൻ യാദവ് ആണ്. പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാ? മോഹൻ യാദവ്. ഇനി 84ാമത്തെ ചോദ്യം, 2023 ലോക ക്ലൈമറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഒരു ഓപ്ഷനും കൂടിയുണ്ട്, കുറച്ച് താഴെയുള്ള 7ആണ്. ഓപ്ഷൻ ഡി. 2023 ലോക ക്ലൈമറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 7ആണ് കേട്ടോ. 7ആണ്. ലോക ക്ലൈമറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 7ാം സ്ഥാനമാണ്. 85ാമത്തെ ചോദ്യം, കണ്ണൂർ സെൻട്രൽ ജയിലിൽ സമന്വയ പദ്ധതിയുടെ പേര് ഓർത്തു നോക്കുക. സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ച സർവകലാശാല ഏതാണ്?
കണ്ണൂർ സെൻട്രൽ ജയിലിൽ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ച സർവകലാശാല ഏതാ? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ച സർവകലാശാല ഏതാ? ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയാണ്. എവിടെയാ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിൽ അല്ലെ, കൊല്ലത്താണ് ഇത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ നിലവിലെ വി സി ആരാ? ജഗതി രാജാണ് കേട്ടോ. ജഗതി രാജാണ്. ആദ്യത്തെ വി സി ആരാന്ന് ചോദിച്ചാൽ ആരാ? മുബാറക് പാഷയായിരുന്നു. നിലവിലെ വി സി ആരാന്ന് ചോദിച്ചാൽ ജഗതി രാജാണ്. ആസ്ഥാനം കൊല്ലം എന്നുള്ള കാര്യം ഓർത്ത് നോക്കുക. 86 അടുത്തിടെ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? അടുത്തിടെ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയായിരുന്നു? ലിയാൻഡർ പേസും വിജയ് അമൃത് രാജുമാണ് കേട്ടോ. ലിയാൻഡർ പേസും വിജയ് അമൃത് രാജും അടുത്തിടെ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങളാണ് ലിയാൻഡർ പേസും വിജയ് അമൃത് രാജും. 87 ഗ്രാമപഞ്ചായത്തുകളുടെ ശാക്തീകരണം മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ GIS ആപ്ലിക്കേഷൻ ഏതാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ ശാക്തീകരണം മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ GIS ആപ്ലിക്കേഷൻ ഏതാ? ഗ്രാം മൺ ചിത്രയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ ശാക്തീകരണം മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ GIS ആപ്ലിക്കേഷനാണ് ഏത്? ഗ്രാം മൺ ചിത്ര. 88ാമത്തെ ചോദ്യം. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദി എവിടെയായിരുന്നു? കാസർഗോഡായിരുന്നു അല്ലേ? ഓപ്ഷൻ സി കാസർഗോഡായിരുന്നു. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദി എവിടെയായിരുന്നു? കാസർഗോഡാണ്. 89ാമത് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? എവിടെയാ? അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദ്. ഓപ്ഷൻ ഡി അഹമ്മദാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാ? അഹമ്മദാബാദിലാണ്. 90ാമത്തെ ചോദ്യം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മത്സരം നിയന്ത്രിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുത്ത ആദ്യത്തെ വനിതാ റഫറി ആരാണ്? ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മത്സരം നിയന്ത്രിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുത്ത ആദ്യത്തെ വനിതാ റഫറി ആരായിരുന്നു? ഓപ്ഷൻ സി റബേക്ക വെൽഷ് ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മത്സരം നിയന്ത്രിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുത്ത ആദ്യത്തെ വനിതാ റഫറിയാണ് ആര്? റബേക്ക വെൽഷ്. 91ാമത്തെ ചോദ്യം. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ആരൊക്കെയാ? അലി അബു അവാദും ഡാനിയൽ ബാരൻ ബോയിയുമാണ് കേട്ടോ. ഡാനിയൽ ബാരൻ ബോയിമും അലി അബു അവാദും അതുപോലെ ഡാരിയൻ ബോയിമുമാണ് 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത്. 92ാമത്തെ ചോദ്യം. 2023 ഡിസംബർ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഏതാണ്? 2023 ഡിസംബർ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഏതാണ്? ഓപ്ഷൻ ഡി കൂടിയുണ്ട്. സൂറത്ത് ഡയമണ്ട് ബോയേഴ്സ് കേട്ടോ. സൂറത്ത് ഡയമണ്ട് ബോയേഴ്സ്. ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? ഇത് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ ഡി തന്നെയാണ്. സൂറത്ത് ഡയമണ്ട് ബോയ്സ് ആണ് കേട്ടോ. സൂറത്ത് ഡയമണ്ട് ബോയ്സ് ആണ്. അതായത് 2023 ഡിസംബർ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമാണ് ഇത്? സൂറത്ത് ഡയമണ്ട് ബോയ്സ്. ഇനി 93 ടെസ്റ്റ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ടെസ്റ്റ് അമ്പയർ ആരാണ്? ടെസ്റ്റ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ടെസ്റ്റ് അമ്പയർ ആരാ? വൃന്ദ രതിയാണ്. ഓപ്ഷൻ എ വൃന്ദ രതി. ടെസ്റ്റ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ടെസ്റ്റ് അമ്പയറാണ് ആര്? വൃന്ദ രതി. 94 ഏത് രാജ്യത്താണ് 2025 മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുന്നത്? ഏത് രാജ്യത്താണ് 2025 മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുന്നത്?
ഏത് രാജ്യ? ഡെൻമാർക്കാണ്. ഓപ്ഷൻ സി ഡെൻമാർക്ക്. ഏത് രാജ്യത്താണ് 2025 മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുന്നത്? ഏതാ? ഡെൻമാർക്കാണ്. 95 വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ ഒഴിവാക്കിയ രാജ്യം ഏതാ? വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ ഒഴിവാക്കിയ രാജ്യം ഏതാണ്? ഏതാ? ഇറാനാണ്. ഓപ്ഷൻ ഡി ഇറാന്. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 33 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ ഒഴിവാക്കിയ രാജ്യമാണ് ഏത്? ഇറാന്. 96ാമത്തെ ചോദ്യം, 2023 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാം? 2023 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാം? ആരാ? ഇ ഭാസ്കരനാണ്. ഓപ്ഷൻ സി ഇ ഭാസ്കരൻ. 2023 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാ? ഇ ഭാസ്കരനാണ്. 97 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലിസ്റ്റ് ആരാണ്? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലിസ്റ്റ് ആരാണ്? ആരാ? ഡോക്ടർ ഇ വി രാമകൃഷ്ണനാണ്. ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി നോവലിസ്റ്റാണ് ആര്? ഇ വി രാമകൃഷ്ണൻ. 98ാമത്തെ ചോദ്യം, IPL ചരിത്രത്തിലെ ഏറ്റവും മൂല്യമേറിയ താരം ആരാണ്? IPL ചരിത്രത്തിൽ ഏറ്റവും മൂല്യമേറിയ താരം ആരാ? മിച്ചൽ സ്റ്റാർക്കാണ് അല്ലേ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മിച്ചൽ സ്റ്റാർക്കാണ് IPL ചരിത്രത്തിൽ ഏറ്റവും മൂല്യമേറിയ താരമായിട്ട് മാറിയത്. 99ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളി ആരാ? സഞ്ജു സാംസൺ ആണ്. ഓപ്ഷൻ ബി സഞ്ജു സാംസൺ ആണ്. 100ാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ ലോക്സഭ പാസാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭേദഗതി ബില്ല് പ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയിൽ ഉൾപ്പെടുന്നവർ ആയിരിക്കാം? നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ആൻസർ നോക്കുക കേട്ടോ. വായിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ 2023 ഡിസംബറിൽ ലോക്സഭ പാസാക്കിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭേദഗതി ബില്ല് പ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയിൽ ഉൾപ്പെടുന്നവർ ആയിരിക്കാം? ഏതാ ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ എ അല്ലേ ഇവരല്ലേ. പ്രധാനമന്ത്രി ഉണ്ടാവും, അതുപോലെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവും, അതുപോലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി ആരാണോ അതിലുള്ള അവരുടെ നേതാവുമാണ്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി ഉണ്ടാവും, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവും, പിന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ കക്ഷി ഏതാണോ അവരുടെ നേതാവ്. ഇനി 101ാമത്തെ ചോദ്യം, 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇമ്മാനുവൽ മാക്രോൺ അല്ല. ഓപ്ഷൻ സി ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. ഇനി 102ാമത്തെ ചോദ്യം, 2023 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയ ടീം ഏതാണ്? 2023 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയ ടീം ഏതാ? മാഞ്ചസ്റ്റർ സിറ്റി ആട്ടോ. മാഞ്ചസ്റ്റർ സിറ്റി ആണ്. 103 ലോകത്തിൽ ആദ്യമായിട്ട് ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ച രാജ്യം ഏതാണ്? ലോകത്തിൽ ആദ്യമായിട്ട് ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ച രാജ്യം ഏതാ? ജപ്പാനാണ്. ഓപ്ഷൻ ബി ജപ്പാന്. 104 അടുത്തിടെ ഐസ്ലാൻഡിലെ ഹൂസ്വിക് മ്യൂസിയത്തിന്റെ ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയ ബഹിരാകാശ ഗവേഷണ ഏജൻസി ഏതാണ്? അടുത്തിടെ ഐസ്ലാൻഡിലെ ഹൂസ്വിക് മ്യൂസിയത്തിന്റെ ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയ ബഹിരാകാശ ഗവേഷണ ഏജൻസിയാണ് ISRO ആണ് കേട്ടോ. ISROനാണ് ലൂണാർ പ്രൈസ് നേടിയത്. 105ാമത്തെ ചോദ്യം, കായിക താരങ്ങളുടെ ഇടയിൽ നിന്ന് കടുത്ത പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് അടുത്തിടെ കേന്ദ്ര കായിക മന്ത്രാലയം ഏത് കായിക ഫെഡറേഷനെയാണ് സസ്പെൻഡ് ചെയ്തത്? കായിക താരങ്ങളുടെ ഇടയിൽ നിന്ന് കടുത്ത പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് അടുത്തിടെ കേന്ദ്ര കായിക മന്ത്രാലയം ഏത് കായിക ഫെഡറേഷനെയാണ് സസ്പെൻഡ് ചെയ്തത്? ഏതായിരുന്നു? ഗുസ്തി ഫെഡറേഷൻ ആണ്. ഓപ്ഷൻ ബി ഗുസ്തി ഫെഡറേഷൻ. 106 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ച ആദ്യത്തെ വനിതാ റഫറി ആരാണ്? ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ച ആദ്യത്തെ വനിതാ റഫറി ആരാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? റബേക്ക വെൽഷ് ആണ്. തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു റബേക്ക വെൽഷ് ആണ്. 107 തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്?
തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? എവിടെയായിരുന്നു? വർക്കലയാണ് കേട്ടോ, വർക്കലയാണ്. ഓപ്ഷൻ സി വർക്കലയാണ്. 108 അടുത്തിടെ വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയ ഏതാണ്? അടുത്തിടെ വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയ ഏതാ? പന്തോയ ടഗോറിയാണ് കേട്ടോ, പന്തോയ ടഗോറിയാണ്. 109 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ ആരാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ ആരാ? പ്രമോദ് അഗർവാൾ ആണ്. ഓപ്ഷൻ സി പ്രമോദ് അഗർവാൾ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിലവിലെ ചെയർമാൻ ആരാ? പ്രമോദ് അഗർവാൾ ആണ്. 110 അടുത്തിടെ വിരമിച്ച ഗുസ്തി താരം സാക്ഷി മാലിക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച പത്മശ്രീ പുരസ്കാരം ഡൽഹിയിലെ കർത്തവ്യപഥ് പോലീസ് സ്റ്റേഷന് സമീപമുള്ള നടപ്പാതയിൽ ഉപേക്ഷിച്ച ഗുസ്തി താരമാരാണ്? അടുത്തിടെ വിരമിച്ച ഗുസ്തി താരം സാക്ഷി മാലിക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച പത്മശ്രീ പുരസ്കാരം ഡൽഹിയിലെ കർത്തവ്യപഥ് പോലീസ് സ്റ്റേഷന് സമീപമുള്ള നടപ്പാതയിൽ ഉപേക്ഷിച്ച ഗുസ്തി താരം ആരാ? ബജ്രംഗ് പുനിയ കേട്ടോ, ബജ്രംഗ് പുനിയ. ഓപ്ഷൻ ഡി ബജ്രംഗ് പുനിയ. 111 അടുത്തിടെ പ്രകാശനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരം ഏതാണ്? അടുത്തിടെ പ്രകാശനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരം ഏതാ? പെൻഡ്രൈവ് ആണ്. ഓപ്ഷൻ ഡി പെൻഡ്രൈവ്. 112 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായത് എവിടെയായിരുന്നു? തമിഴ്നാടാണ്. 113 പ്രാദേശിക വിഭവങ്ങളിൽ മൂല്യവർധന നടപ്പിലാക്കി കേരളത്തിന്റെ സംരംഭക വികസനത്തിന് പുതിയ വഴി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രാദേശിക വിഭവങ്ങളിൽ മൂല്യവർധന നടപ്പാക്കി കേരളത്തിന്റെ സംരംഭ വികസനത്തിന് പുതിയ വഴി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഏതാ? ഒരു ലോക്കൽ ബോഡി ഒരു ഉൽപ്പന്നമാട്ടോ, ഒരു ലോക്കൽ ബോഡി ഒരു ഉൽപ്പന്നം. 114 ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായിരുന്ന മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥ ഏതാണ്? ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായിരുന്ന മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥ എന്താ? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആണ് കേട്ടോ, 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 115 2023 ഡിസംബർ മാസത്തിൽ രാജിവെച്ച കേരള മന്ത്രിസഭാ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? 2023 ഡിസംബർ മാസത്തിൽ രാജിവെച്ച കേരള മന്ത്രിസഭാ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവിലുമാണ് അല്ലേ? ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവിലുമാണ്. പുതിയ മന്ത്രിമാർ ആരൊക്കെയായിരുന്നു? നമ്മൾ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 116 ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ശാസ്ത്ര നോവലായ സോംനിയത്തെ ആസ്പദമാക്കി അവതരിപ്പിച്ച നൃത്തശില്പം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ശാസ്ത്ര നോവലാണ് ഏത്? സോംനിയം എന്ന് പറയുന്നത്. സോംനിയം. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് അവതരിപ്പിച്ച നൃത്തശില്പം ഏതാണ്? ഏതാ? നിലാക്കനവാണ്. ഓപ്ഷൻ ഡി നിലാക്കനവ്. 117 ചോദ്യം സർക്കാർ ജീവനക്കാർക്ക് അവരുടെ കുട്ടികളെ പരിചരിക്കുന്നതിനായിട്ട് ജോലി സ്ഥലത്തോട് ചേർന്ന് ശിശു പരിചരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? സർക്കാർ ജീവനക്കാർക്ക് അവരുടെ കുട്ടികളെ പരിചരിക്കുന്നതിനായിട്ട് ജോലി സ്ഥലത്തോട് ചേർന്ന് ശിശു പരിചരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഏതാ? ക്രഷ് ആണ് കേട്ടോ, ഓപ്ഷൻ എ ക്രഷ്. 118 യൂട്യൂബിൽ 2 കോടിയിലധികം വരിക്കാരുള്ള ആദ്യത്തെ ലോക നേതാവ് ആരാണ്? യൂട്യൂബിൽ 2 കോടിയിലധികം വരിക്കാരുള്ള ആദ്യത്തെ ലോക നേതാവ് ആരാ? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 119 ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാറിൽ ഒപ്പിട്ടത്? ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടത്? ഏതാ? റഷ്യയുമായിട്ടാണ്. ഓപ്ഷൻ ബി റഷ്യയുമായിട്ടാണ്. 120 IIT ബോംബെയുമായി ചേർന്ന് റിലയൻസ് ജിയോ ആരംഭിച്ച AI പ്രോഗ്രാം ഏതാണ്? IIT ബോംബെയുമായിട്ട് ചേർന്ന് റിലയൻസ് ജിയോ ആരംഭിച്ച AI പ്രോഗ്രാം ഏതാ? ഭാരത് GPT ആണ് കേട്ടോ, ഭാരത് GPT. IIT ബോംബെയുമായി ചേർന്ന് റിലയൻസ് ജിയോ ആരംഭിച്ച AI ആണ് ഇത്, ഭാരത് GPT. 121 റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കാനുള്ള പദ്ധതി ഏതാണ്? റേഷൻ കടകൾ വഴി കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതി ഏതാ?
സുജലമാണ്. ഓപ്ഷൻ സി സുജലമാണ്. 122 ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം നേടിയ ഇന്ത്യയിലെ വിമാനത്താവളം ഏതാ? ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം നേടിയ ഇന്ത്യയിലെ വിമാനത്താവളം ഏതാ? കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. എവിടെയാ? ബംഗളൂരുവിലാണ് അല്ലെ. ബംഗളൂരു ആണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. 123 അന്റാർട്ടിക്കയിൽ 2029 ഇന്ത്യ ആരംഭിക്കുന്ന ഗവേഷണ കേന്ദ്രം ഏതാ? അന്റാർട്ടിക്കയിൽ 2029 ഇന്ത്യ ആരംഭിക്കുന്ന ഗവേഷണ കേന്ദ്രം ഏതാ? മൈത്രി സെക്കൻഡ് ആണ് കേട്ടോ. മൈത്രി സെക്കൻഡ്. 124 അയോധ്യയിൽ പുതുതായിട്ട് ആരംഭിച്ച വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്താ? അയോധ്യയിൽ ആരംഭിച്ച വിമാനത്താവളത്തിന്റെ പുതിയ പേര് എന്താ? മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കേട്ടോ. മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം. 125 ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയായത് കണ്ടെത്തുക. 1 2023 നവംബർ മാസം അവസാനത്തോടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിക്ചോങ്. 2 അറബിക്കടലിലാണ് മിക്ചോങ് രൂപപ്പെട്ടത്. 3 ഡിസംബർ മാസത്തിൽ തീരം തൊട്ട ചുഴലിക്കാറ്റിന് ഇറാനാണ് മിക്ചോങ് എന്ന പേര് നൽകിയത്. ഇതിൽ ഏതൊക്കെയാണ്? പ്രസ്താവന വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻസ് തരാം. 1, 2 ശരി, 3 തെറ്റ്. 1 ശരി, 2, 3 തെറ്റ്. 1, 2, 3 ശരിയാണ്. 1, 2, 3 തെറ്റാണ്. എന്താ ഇതിൻ്റെ ആൻസർ വരിക? ഒന്നാമത്തെ 2023 നവംബർ മാസം അവസാനത്തോടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഇത് മിക്ചോങ്. ശരിയാണ്. 2 അറബിക്കടലിലാണ് മിക്ചോങ്. അപ്പോൾ തെറ്റാണല്ലേ. ബംഗാൾ ഉൾക്കടലാന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്. 3 ഡിസംബർ മാസത്തിൽ തീരം തൊട്ട ചുഴലിക്കാറ്റിന് ഇറാനാണ് മിക്ചോങ് എന്ന് പേര് നിർദ്ദേശിച്ചത്. തെറ്റാണ്. മ്യാൻമർ ആണ് ഏത് പേര് നൽകിയത്? മിക്ചോങ് എന്ന് പേര് നൽകിയത്. അപ്പോൾ 1 മാത്രമേ ശരിയുള്ളൂ. 2, 3 എന്താണ്? തെറ്റായ പ്രസ്താവനകളാണ്. അപ്പോൾ 2023 നവംബർ മാസം അവസാനത്തോടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണത് മിക്ചോങ്. അപ്പോൾ ആരാ പേര് നൽകിയത്? മ്യാൻമർ ആട്ടോ. മ്യാൻമർ ആണ് പേര് നൽകിയത് മിക്ചോങ് എന്ന്. ഇനി 126ാമത്തെ ചോദ്യം. അടുത്തിടെ സംഘടന പിരിച്ചുവിടാനും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി ഉടമ്പടിയിൽ ഒപ്പുവെച്ച അസമിലെ ഭീകര സംഘടന ഏതാണ്? അടുത്തിടെ സംഘടന പിരിച്ചുവിടാനും ജനാധിപത്യ പ്രക്രിയയിലൂടെ ഭാഗമാകാനും പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി ഉടമ്പടിയിൽ ഒപ്പുവെച്ച അസമിലെ ഭീകര സംഘടന ഏതാ? യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം ആണ് കേട്ടോ. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം ആണ്. ഓപ്ഷൻ ഡിയിലായിരുന്നു ഉണ്ടായിരുന്നത്. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചുതരാം. അടുത്തിടെ സംഘടന പിരിച്ചുവിടാനും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുമായിട്ട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച അസമിലെ ഭീകര സംഘടനയാണ് ഇത് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം. 127 2023 ഡിസംബർ മാസത്തിൽ ഏത് സൈനിക ഏജൻസിയാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത്? PSC ചോദിച്ചു. ഈ വർഷം തന്നെ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇത്. 2023 ഡിസംബർ മാസത്തിൽ ഏത് സൈനിക ഏജൻസിയാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത്? ആരായിരുന്നു? CISF ആണ് കേട്ടോ. CISF. അപ്പോൾ നിലവിൽ നമ്മുടെ പാർലമെന്റിന്റെ ചുമതല ആരുടെ കയ്യിലാണെന്ന് വെച്ചാൽ ആരാ? CISFന്റെ കയ്യിലാണ്. 128 കേരളത്തിലെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും അവിടുത്തെ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? കേരളത്തിലെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും അടുത്തിടെ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാ? ഓപ്പറേഷൻ ജംഗിൾ സഫാരി ആണ്. ഓപ്പറേഷൻ ജംഗിൾ സഫാരി. 129 കേരളത്തിന്റെ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? നമ്മൾ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു പുതിയ 2 മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അഹമ്മദ് ദേവർഗോവിലും അതുപോലെ ആന്റണി രാജുവും രാജിവെച്ചു നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. കേരളത്തിന്റെ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാ? രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് കേട്ടോ. രാമചന്ദ്രൻ കടന്നപ്പള്ളി. അഹമ്മദ് ദേവർഗോവിൽ ഉണ്ടായിരുന്ന വകുപ്പുകളായിരുന്നു ഇതൊക്കെ? മ്യൂസിയം പുരാവസ്തു അതുപോലെ പുരാരേഖ വകുപ്പൊക്കെ. ഇതിൻ്റെ കൂടെ തന്നെ രജിസ്ട്രേഷനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആർക്ക്? രാമചന്ദ്രൻ കടന്നപ്പള്ളി കേട്ടോ. അപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ വകുപ്പുണ്ട്, മ്യൂസിയം പുരാവസ്തു വകുപ്പ് അതുപോലെ പുരാരേഖ വകുപ്പാണ്.
ഇനി 130ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് ജലഗതാഗത മോട്ടോർ വാഹന വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് ജലഗതാഗത മോട്ടോർ വാഹന വകുപ്പ് മന്ത്രി ആരാ? ഗണേഷ് കുമാർ അല്ലേ, ഗണേഷ് കുമാറാണ്. 131 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടന്ന 2023 അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? 2023 അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോൾ കിരീടം ആരാ? ജർമ്മനിയാണ് കേട്ടോ, ജർമ്മനിയാണ്. എവിടെ വെച്ചാണ് നടന്നത്? ഇന്തോനേഷ്യയിൽ വെച്ചിട്ടാണ് നടന്നത്. 2023 അണ്ടർ-17 വേൾഡ് കപ്പ് ഫുട്ബോൾ എവിടെ വെച്ചാൽ? ഇന്തോനേഷ്യയിൽ. ചാമ്പ്യൻ ആരാ? ജർമ്മനിയാണ്. 135 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായ കായിക താരമാരാണ്? 35 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായ കായിക താരമാരാണ്? ആരായിരുന്നു? എം ശ്രീശങ്കർ അല്ലെ, മുരളി ശ്രീശങ്കർ ആണ്. ഓപ്ഷൻ ബി മുരളി ശ്രീശങ്കർ. 133 2023 ഡിസംബർ മാസത്തിൽ കേരളത്തിലെ എത്ര റെയിൽവേ സ്റ്റേഷനുകൾക്കാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈറ്റ് റൈറ്റ് അംഗീകാരം ലഭിച്ചത്? 2023 ഡിസംബർ മാസത്തിൽ കേരളത്തിലെ എത്ര റെയിൽവേ സ്റ്റേഷനുകൾക്കാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് റെസ്റ്റോറൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈറ്റ് റൈറ്റ് അംഗീകാരം ലഭിച്ചത്? എത്രയാ? 21 കേട്ടോ, 21. 2023 ഡിസംബർ മാസത്തിൽ കേരളത്തിലെ എത്ര റെയിൽവേ സ്റ്റേഷനുകൾക്കാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈറ്റ് റൈറ്റ് അംഗീകാരം ലഭിച്ചത്? 21 സ്റ്റേഷനുകൾക്കാണ്. 134 കേരളത്തെ 2030 ഒറ്റ നഗരമാക്കി മാറ്റുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് നിയോഗിച്ച 13 അംഗ നഗരനയ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? കേരളത്തെ 2030 ഒറ്റ നഗരമാക്കി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് നിയോഗിച്ച 13 അംഗ നഗരനയ കമ്മീഷൻ്റെ ചെയർമാൻ ആരാ? ഡോക്ടർ എം സതീഷ് കുമാറാണ്. ഓപ്ഷൻ ഡി ഡോക്ടർ എം സതീഷ് കുമാർ. 135 കോവിഡിൻ്റെ പുതിയ വകഭേദമായ JN1 റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കോവിഡിൻ്റെ പുതിയ വകഭേദമായ JN1 റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാ? കേരളമാണ്. ഓപ്ഷൻ ഡി കേരളമാണ്. 136 കണ്ണൂർ സെൻട്രൽ ജയിലിൽ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ച സർവകലാശാല നമ്മൾ പറഞ്ഞിരുന്നു ആരാ? ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയാണ്. 137 ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ AI പ്ലാറ്റ്ഫോം ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ AI പ്ലാറ്റ്ഫോമാണ് ഏത്? കൃത്രിമാണ് കേട്ടോ, കൃത്രിമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ AI പ്ലാറ്റ്ഫോമാണ് ഇത്, കൃത്രിമ. ഇനി 138ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടി പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാ? കന്യാകുമാരിയാണ് കേട്ടോ, തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം. എവിടെയാ? കന്യാകുമാരി. 139 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാ? സാത്വിക് സായിരാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ് കേട്ടോ. സാത്വിക് സായിരാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ് 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായത്. 140 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ്? 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയവർ ആരൊക്കെയാ? അലി അബു അവാദും അതുപോലെ ഡാനിയൽ ബാരൻ ബോയിമോ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി 141ാമത്തെ ചോദ്യം, അടുത്തിടെ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? അടുത്തിടെ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ആരൊക്കെയാ? ലിയാണ്ടർ പേസും വിജയ് അമൃത് രാജുമാണ് അല്ലേ, ലിയാണ്ടർ പേസും വിജയ് അമൃത് രാജുമാണ്. ഇനി 142ാമത്തെ ചോദ്യം, സിയാച്ചിൽ നിയമിതനായ ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ നമ്മൾ പറഞ്ഞു ആരായിരുന്നു? ക്യാപ്റ്റൻ ഗീതിക കൗൾ അല്ലേ, ക്യാപ്റ്റൻ ഗീതിക കൗളാണ്.